ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പെരുന്നാളൊക്കെ വരികയല്ലേ, അപ്പം പെരുന്നാളിനൊന്ന് നമുക്ക് മേക്കപ്പ് ലുക്ക് ചെയ്ത് നോക്കണ്ടേ. ഇതിനിപ്പോൾ എങ്ങനെ ഒരുങ്ങണം, എന്തൊക്കെ എഴുതണം, ഡ്രസ്സ് തന്നെ ചിലപ്പോൾ ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പം ഞാൻ വിചാരിച്ചു പെരുന്നാളൊക്കെ വരികയല്ലേ, ഞാൻ ഓൾറെഡി സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. എൻ്റെ പെരുന്നാൾ എങ്ങനെയാവും എന്നുള്ളത് എനിക്ക് അറിയില്ല. എന്താവും, എനിക്ക് പുറത്തൊക്കെ പോകാൻ പറ്റുമോ എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ എങ്ങനെയായാലും അപ്പോൾ ആ ടൈം പിടിച്ച് പെട്ടെന്ന് ചാടിക്കയറി ഒരുങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതിനൊന്ന് പ്രിപ്പയർ ആവണ്ടേ. നമുക്കൊരു ചെറിയ മേക്കപ്പ് ലുക്ക് നോക്കിയാലോ. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. കുറേ പ്രൊഡക്ട്സ് വെച്ചിട്ട് കുറേ ഭയങ്കരമായിട്ട് മേക്കപ്പ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഞാൻ യൂസ് ചെയ്യണേ ഒരു സിമ്പിൾ നോ മേക്കപ്പ് ലുക്കിൽ വരുന്ന ഒരു ചെറിയൊരു ലുക്ക് ഞാൻ യൂസ് ചെയ്യുന്നതാണ് കാണിച്ചു തരുന്നത്. ചിലപ്പോൾ അതിൽ കുറച്ചൊക്കെ ഒരു മാറ്റമൊക്കെ വരുത്തിയിട്ട് ഇതിന് ഒരുങ്ങല്ലേ, അപ്പോൾ കുറച്ച് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഭയങ്കര ഓവറായിട്ടും അല്ല, അങ്ങനെ ഒരു നോ മേക്കപ്പ് ലുക്കിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഹെയർ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഇത് പൊട്ടിയതാണ് ഗൈസ്. അപ്പം നമ്മൾ ഹെയർ ഒന്ന് സെറ്റാക്കി വെച്ചു. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ടോണർ അടിച്ചിട്ട് തുടങ്ങാം. ഒരു റീഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. എൻ്റേത് നല്ല ഡ്രൈ സ്കിന്നാണ്, അപ്പോൾ എനിക്ക് എന്തായാലും മോയ്സ്ചറൈസർ നിർബന്ധമാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. മോയ്സ്ചറൈസർ സാധാ ഒരു മോയ്സ്ചറൈസറാണ്, പിന്നെ കാണിക്കണമെന്നൊന്നുമില്ലല്ലോ. അപ്പം നമ്മളെന്താ ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് സാധാ ഒരു നോർമൽ മോയ്സ്ചറൈസർ ആയതുകൊണ്ട് ഞാൻ കാണിച്ചു തരാഞ്ഞത്. അപ്പം നമ്മൾ മോയ്സ്ചറൈസറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അടുത്ത് ഇടാൻ പോകുന്നത് സൺസ്ക്രീനാണ്. എൻ്റെ കയ്യിൽ 2 സൺസ്ക്രീനാണ് കേട്ടോ. ഞാൻ 2 യൂസ് ചെയ്യാറുണ്ടോ, ചിലപ്പം ഓരോ ടൈമിലാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഇതാ ഡോട്ട് ആൻഡ് കെയിൻ്റെ നോൺ ഗ്രീസി ലോങ് ലാസ്റ്റിംഗ് മോയ്സ്ചറൈസർ ഉള്ളൊരു സൺസ്ക്രീനാണ്. ഡോട്ട് ആൻഡ് കെയിൻ്റെ SPF 15+. ഇതിൽ സെറാമൈഡ്സൊക്കെ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ഒന്നാമത് ഡ്രൈ സ്കിൻ. അപ്പോൾ ഈ ഡ്രൈ സ്കിന്നിക്ക് എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കാൻ ഇതേപോലത്തെ സൺസ്ക്രീൻസൊക്കെ ആയിട്ടോ നല്ലത്. ഇത് ഭയങ്കര അടിപൊളിയാണ്. പിന്നെ അടുത്തത് ഇതാ ഡെർമാക്കോൻ്റെ സൺസ്ക്രീനാണ്, കാണുന്നുണ്ടോ? ഇതും ഭയങ്കര ഹൈഡ്രേറ്റഡ് ആയിട്ടും ഭയങ്കര ഒരു മോയ്സ്ചറൈസർ ഫീലിംഗ് കിട്ടാനൊക്കെ ഈ സൺസ്ക്രീനും അടിപൊളിയാണ്. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ഡോട്ട് ആൻഡ് കെയിൻ്റെ സൺസ്ക്രീനാണ്. ഒന്നാമത് ഫുൾ ടൈം ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കണമല്ലോ. സംഭവം കഴിയാനായിക്കണം കേട്ടോ. ഉപയോഗിച്ചത് കഴിയാനായിക്കണം. ഇതിന് പ്രത്യേകിച്ച് സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല, ബട്ട് ലോങ് ലാസ്റ്റിംഗ് ആണ് സംഭവം. ഭയങ്കര മോയ്സ്ചറൈസേഷൻ ഫീലിംഗ് ആണ്. അപ്പോൾ നല്ലൊരു എന്താ പറയുക, നമുക്ക് എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കണമായിട്ട് തോന്നും. നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മറ്റേ 2 ഫിംഗർ റോളൊന്നും ഞാൻ നോക്കണില്ല. ഞാൻ ഇടുമ്പോൾ കുറച്ച് അധികമായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കും. നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടാവും നല്ലൊരു മോയ്സ്ചറൈസർ ഇട്ട പോലെ. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ലൊരു മോയ്സ്ചറിൻ്റെ ഫീലിംഗ് ആണ് കേട്ടോ. നല്ലൊരു ഹൈഡ്രേഷനായിട്ട് നിൽക്കുന്നുണ്ട്. ഒരു ഗ്ലോ ഒക്കെ വന്ന പോലെ തോന്നും. നമ്മളെപ്പോഴും സൺസ്ക്രീൻസ് എടുക്കുമ്പോൾ ഇപ്പം നമ്മൾ നോ മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത്. അപ്പം അതിക്ക് കുറച്ചും കൂടി ബെറ്റർ എന്ന് പറയുന്നത് ടിൻറ്റഡ് സൺസ്ക്രീൻസ് ഉണ്ടല്ലോ, അത് നല്ലതായിരിക്കും. ഇപ്പം സൺസ്ക്രീനും ആവും നമുക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു രീതിയിലൊക്കെ ഷെയ്ഡായിട്ട് തരാനും ഒരു ടിൻറ്റ് ആയി നിൽക്കാനൊക്കെ ടിൻറ്റഡ് സൺസ്ക്രീൻസ് നല്ലതായിരിക്കും. പക്ഷേ എൻ്റെ ഒരു സ്കിന്നിനും
പിന്നെ എൻ്റെ ഒരു സ്കിൻ കളറിന് ടിൻറ്റഡ് സൺസ്ക്രീൻ അത്ര നല്ലതല്ലാത്തതുകൊണ്ട് ഞാനത് വാങ്ങലില്ല. നമുക്ക് ചെറിയ രീതിയിൽ ഈ അണ്ടർ ഐയിലൊക്കെ ആയിട്ട് കുറച്ച് ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാം. ഫൗണ്ടേഷൻ മാത്രമാണ് ഞാൻ യൂസ് ചെയ്യണം, വേറെ പ്രൊഡക്ട്സും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇവിടെ ഈ അണ്ടർ ഐയിലൊക്കെ ആയിട്ട് കുറച്ച് ഫൗണ്ടേഷൻസ് നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് നമുക്ക് ചെറിയ രീതിയിൽ നമുക്കൊരു ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം. ഫൗണ്ടേഷനിൽ എനിക്ക് തോന്നുന്നു ഓയിൽ സ്കിന്നിൽ ഒന്നും കൂടി ക്രീമി ടെക്സ്ചറുള്ളൊരു ഫൗണ്ടേഷൻ ആയിരുന്നു നല്ലത്. എൻ്റെത് ഡ്രൈ സ്കിന്നാണ്, അപ്പം എൻ്റെതൊരു എന്താ പറയുക ലിക്വിഡ് ടെക്സ്ചറിലുള്ളൊരു ഫൗണ്ടേഷൻ ആട്ടോ. ഡ്രൈ സ്കിന്നിൽ നല്ലത് ഒരു ലിക്വിഡ് ടെക്സ്ചറിലുള്ള ഫൗണ്ടേഷൻ ആയിരിക്കും. കുറച്ച് നമുക്ക് ഡോട്ടായിട്ട് ഇങ്ങനെ മെയിനായിട്ട് നമ്മൾ അണ്ടർ ഐ കണ്ണിൻ്റെ അടിയിലൊക്കെ ആയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കണം. പിന്നെ മുകളിലും ജസ്റ്റ് നമ്മൾ ഐലൈനറൊക്കെ എഴുതുമ്പോൾ നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടോ മുകളിലൊക്കെ ഇടുന്നത്. പിന്നെ ബാക്കിയുള്ള നമ്മുടെ ബാക്കിയുള്ളത് ജസ്റ്റ് ഒരു കുറച്ച് ചുട്ട് കൊടുത്താൽ മതി. നമുക്ക് കൈ കൊണ്ട് തന്നെ ഇത് ഇതാക്കിയെടുക്കാം. കൈ കൊണ്ട് തന്നെ ഇതാകെ ഇതാക്കുക. സ്പോഞ്ചും ബ്രഷൊക്കെ എടുക്കാൻ തോന്നുന്നു നല്ല ടൈം പിടിക്കും. അതിലേറെ നല്ലത് നമുക്ക് നമ്മുടെ കൈ യൂസ് ചെയ്യണതാണ്. കണ്ണിൻ്റെ ചുറ്റും നമുക്ക് കറക്റ്റായിട്ടൊന്ന് സെറ്റായി കൊടുക്കാം. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. നമുക്ക് ഓവറായിട്ട് ഒരു മേക്കപ്പ് ലുക്ക് വരാതെ ഞാൻ കുറച്ച് അവിടെ ആയിട്ടാണ് ഇട്ടിട്ട് കൊടുത്തുള്ളൂ. ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പൗഡർ നമുക്ക് യൂസ് ചെയ്യാം. അതും ഇതുപോലെ കണ്ണിൻ്റെ അടിഭാഗത്തായിട്ടുണ്ടോ. പുറത്തുള്ള നോയ്സ് കേൾക്കുന്നുണ്ടോ എന്നെനിക്കൊരു ഡൗട്ടുണ്ട്. അതിലെ വണ്ടിയും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഇനി മൈക്ക് എടുത്തിട്ടില്ല. സംഭവം മൈക്ക് ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്, മൈക്ക് എടുക്കാൻ മറന്നുപോയി. സോ അതുകൊണ്ടാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സൊക്കെ ഞങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ പൗഡർ ഇട്ട് കഴിഞ്ഞു ഗൈസ്. നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് ഐബ്രോസ് കാര്യമായിട്ട് ഒന്നുമില്ല, എന്നാലും എൻ്റെത് കണ്ടല്ലോ ജസ്റ്റ് ഒരു വാല് കറക്റ്റായിട്ടില്ല. ത്രെഡ് ചെയ്ത് പോയതാണ്. അപ്പോൾ അതൊന്നും നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു സൈഡിൽ ബ്ലാക്കും ഒരു സൈഡിൽ ബ്രൗണും ആയിട്ടാണ് ഇട്ടുള്ളത്. ഞാൻ ബ്ലാക്കാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് കുറേ ഒന്നും ഫില്ല് ചെയ്യാനില്ല, ജസ്റ്റ് ഈ സൈഡിൽ മാത്രം ഒന്ന് ഒരു ഫിനിഷിങ് കൊടുക്കാനുള്ളൂ. നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്കിനി ഐ ഷാഡോസ് ചെയ്യണം. ബ്ലഷ് കാര്യങ്ങളുള്ളൂ. ഞാൻ രണ്ടിനും ലിപ്സ്റ്റിക്കാണ് എടുക്കുന്നത്. ഇത് ഐ ഷാഡോയും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഒരു പിങ്ക് ഷെയ്ഡിലൊക്കെ ഉള്ള ഒരു ലിപ്സ്റ്റിക്ക് ഉണ്ടാകും. അത് വെച്ചിട്ട് ഇതാണ് ഞാൻ യൂസ് ചെയ്യലതാണ്. ഇത് നമുക്ക് വെച്ചിട്ട് നമുക്കൊരു ഐ ഷാഡോസ് സെറ്റ് ചെയ്യാം.
പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഇത് മുകളിലാണ് ഐ ഷാഡോ ഇട്ടിരിക്കുന്നത്. അപ്പം ഞാൻ കുറച്ചെടുത്തിട്ട് ഈ അടിഭാഗത്ത് ഞാൻ ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് അടിയിൽ ഈ സൈഡിൽ മാത്രമായിട്ട് കുറച്ചിട്ട് കൊടുക്കാം. ബ്ലഷ് എന്തായാലും നമുക്ക് ലാസ്റ്റ് ഇടാം കേട്ടോ. പിന്നെ ഐലൈനർ. അടുത്ത് നമ്മൾ ഐലൈനറാണ് വരച്ച് കൊടുക്കുന്നത്. ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ എന്തായാലും വരക്കാം, നിങ്ങളെ ഇഷ്ടം പോലെ. ഞാൻ കണ്ണാടി നോക്കി വരച്ചിട്ട് വരാം. അപ്പോൾ ഗായ്സ്, ഞാൻ എന്താ ഐലൈനറൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ദെൻ ഫൈനലി നമുക്ക് ബ്ലഷ് ഇട്ട് കൊടുക്കാം. ബ്ലഷ് എല്ലാവർക്കും ഒരു വീക്ക്നെസ് ആണെന്നറിയാം, എല്ലാവർക്കും ഇപ്പോൾ ഇഷ്ടമാണ്. ബ്ലഷ് ഇല്ലാതെ ആർക്കും ഇപ്പോൾ പറ്റില്ല. എല്ലാ മേക്കപ്പിലും ഞാൻ വന്നിട്ടില്ലെങ്കിലും ബ്ലഷ് മസ്റ്റാണ്. അത് ഇന്നത്തെ കാര്യമായിട്ട് ബ്ലഷിൻ്റെ അത് ഞാൻ വാങ്ങിച്ചില്ല, ഞാൻ ഇതന്നെയാണ് യൂസ് ചെയ്യല്. അത്യാവശ്യം ഒരു പിങ്ക് കളറൊക്കെ ബ്ലഷിൽ കിട്ടും. അപ്പം എനിക്ക് ലാസ്റ്റ് ആ ഫൈനൽ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇതാണ്ടോ ഞാൻ ഇടാൻ പോണ ലിപ്സ്റ്റിക്ക്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഒരു റോസ് ബഡ് ചെറി, അതാണ് ഈ ലിപ് ഷെയ്ഡ്. ഒരു മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. നല്ല അടിപൊളി കളറാട്ടോ. ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു എന്താ പറയുക, നല്ലൊരു ചെറി കളറ്, അത്ര റെഡായിട്ടുള്ളൊരു കളറാണ്. നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതൊരു ഔട്ടറായിട്ട് നമ്മൾ ലിപ്പ് ലൈൻ ചെയ്യണ പോലെ കേട്ടോ ഇത് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ലിപ്പ് ലൈൻ ചെയ്യണ പോലെ ഒരു ചുറ്റ് ആദ്യം ഇട്ട് കൊടുക്കുക. അത്രയും നല്ല അടിപൊളി കളറാണ്. നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ സ്കിന്നിനും ചേരുന്ന ഒരു കളറാട്ടോ. പക്ഷേ ഞാനതിൻ്റെ സെൻട്രലായിട്ട് ഒരു ഇൻസൈറ്റിൻ്റെ മാറ്റ് ലിപ്സ്റ്റിക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു എട്ടൺ ബോൺ എന്ന് പറയുന്ന ഷെയ്ഡാട്ടോ. ഞാൻ മറ്റേത് ഇട്ടു കൊടുത്തു. ഇത് മാത്രമാക്കി ഇട്ടാൽ ജസ്റ്റ് ഒരു മെറൂൺ കളറിൽ നിൽക്കുള്ളൂ. അപ്പോൾ ഞാൻ മറ്റേ ലിപ്സ്റ്റിക് കൂടി ഇടുമ്പോൾ ഒന്നും കൂടി ഹൈലൈറ്റ് ആയിട്ടൊരു ബ്രൗൺ ഷെയ്ഡിൽ വരും.
ദിസ് വാസ് മൈ ഫേവറേറ്റ്. മേക്കപ്പ് ലുക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമുക്ക് ഹെയർ സെറ്റ് ചെയ്യണം. ഇനി നമുക്ക് ഹെയർ സെറ്റ് ചെയ്യണം. അതിന് മുമ്പേ നമുക്കൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. ഓക്കെ. ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ഡ്രസ്സ് മാറി വന്നിട്ടുണ്ട്. ഒരു ഗൗണാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത്. നമുക്ക് ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇനി ഒരു കാര്യം കൂടി ഇടാണ്ട്. അപ്പോൾ നമുക്ക് ഇതും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇത് ഇടാവുന്നത് നമ്മൾ ഡ്രസ്സ് ഇടുമ്പോൾ ചിലപ്പോൾ ഇതൊരു എന്താ പറയുക, ഡ്രസ്സ് ഇടുമ്പോൾ ചിലപ്പം ഇത് ഡ്രസ്സിലാവും. ഡ്രസ്സിൽ മാത്രമല്ല നമ്മുടെ ഫേസിലും കൂടി അതാവും. അപ്പോൾ ഇതങ്ങനെ ഒരു സ്മഡ്ജ് പ്രൂഫ് അങ്ങനത്തെ ഒന്നുമല്ല. എന്തായാലും ഡ്രസ്സ് മാറ്റിയതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. ആൻഡ് ഫൈനലി നമുക്ക് ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാം. ഹെയർ സെറ്റ് ചെയ്യണമെന്നൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഇതിന് ഞാൻ വയറിന് ഇട്ട് ഞാൻ സെറ്റാക്കുന്നുള്ളൂ. എനിക്കുണ്ടല്ലോ ഹെയർ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു പ്രഗ്നൻസി കഴിഞ്ഞ സമയത്ത് ഹെയർ ഫാൾ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇങ്ങനെ ഹെയർ ഫാൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അത്രക്കും മുടി പോയിട്ടുണ്ട് ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം. അങ്ങനെ ഹെയർ ഫാൾ കൊണ്ട് മുടിഞ്ഞ് ഞാൻ ലാസ്റ്റ് എൻ്റെ ഹെയർ തന്നെ കട്ട് ചെയ്യേണ്ടി വന്നു. പറഞ്ഞാൽ ഹെയർ കട്ട് ചെയ്തു. കാരണം നല്ല നീളമുള്ള മുടിയല്ലേ. ഹെയർ ഫാള് മുടി കൊഴിഞ്ഞു പോകുമ്പോൾ അത്രയും നീളത്തിൽ കൊഴിഞ്ഞു പോകുന്ന കാണുമ്പോൾ ഒരു സങ്കടം. അപ്പം ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ പോയി വെട്ടി. അപ്പം അതിന് ഇതുവരെ ഒരു സൊല്യൂഷൻ കിട്ടിയിട്ടില്ല. ഹെയർ ഫാൾ അതുപോലെ ഡാൻഡ്രഫും നന്നായിട്ടുണ്ട്. രണ്ട് സാധനത്തിന് ഇതുവരെ സൊല്യൂഷനും ഇതുവരെ കിട്ടിയിട്ടില്ല. തേക്കാൻ ഇനിയൊന്നും ബാക്കിയില്ല. എല്ലാ സാധനങ്ങളും അത്യാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ പോയിട്ട് വിചാരിച്ചു. മറ്റേ ഞാൻ ഫസ്റ്റൊക്കെ പണ്ടൊക്കെ ഇങ്ങനെ സൈഡിലേക്ക് എടുത്തിട്ട് പഫ് ചെയ്യും. ഇപ്പോഴും അങ്ങനെ തന്നെ കെട്ടില്ല, പക്ഷേ അന്ന് നല്ല രീതിയിൽ പഫ് നിൽക്കുമായിരുന്നു. പക്ഷേ ഇപ്പം ഹെയറൊക്കെ പോയി. കട്ടിയില്ലാത്തതുകൊണ്ട് ഉള്ളില്ലാത്തതുകൊണ്ട് മുടിയൊക്കെ കൊഴിഞ്ഞു പോയപ്പം അപ്പം അങ്ങനെ നിൽക്കാൻ കുറച്ച് പണിയാണ്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുത്താൽ തന്നെ പെട്ടെന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുമായിരുന്നു. അപ്പം എനിക്കത് അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടലില്ല. എന്നാലും അങ്ങനെയാണ് എൻ്റെ ഒരു ഹെയർ സ്റ്റൈൽ വരുമ്പോൾ അങ്ങനെ തന്നെയാണ്. അപ്പം ഞാൻ ഹെയർ ഇങ്ങനെ ഇടുന്നുള്ളൂ. പ്രത്യേകിച്ച് അതിൽ കൂടുതലായിട്ടും കെട്ടാനൊന്നുമില്ല. ക്ലിപ്പ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഇത്രേ ഉള്ളൂ ഹെയർ സ്റ്റൈൽ വരുന്നത്. അപ്പം എങ്ങനെയുണ്ട് എൻ്റെ ഒരു മേക്കപ്പ് ലുക്ക് എന്നുള്ളത് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് തോന്നുന്നു എനിക്കിതിൽ എന്തോ ഒരു മിസ്സിങ് ഉള്ള മാതിരി തോന്നുന്നുണ്ട്. ഒരു ലെൻസും കൂടി വെച്ചാൽ പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ. ഒരു ലെൻസ് കൂടി ഉണ്ടെങ്കിൽ സംഭവം കളറാവും. അപ്പം എൻ്റെ ഒരു ലുക്ക് വീഡിയോ, എൻ്റെ ഒരു ചെറിയൊരു മേക്കപ്പ് സിമ്പിൾ ലുക്ക് വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാം.